നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മുട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനെ ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ടെടുക്കാം. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അതൊന്ന് വഴറ്റിയ ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ക്യാരറ്റ് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, ക്യാബേജിനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്നാക്കിൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ ചേർക്കണം എന്നല്ല, നിങ്ങളുടെ കയ്യിലുണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഞാനിതിലേക്ക് ഒരൊറ്റ മസാലക്കൂട്ടാണ് ഇനി ചേർക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ചിക്കൻ മസാലയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ മസാല നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്താലും മതി. ഇനി ഞാനതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുട്ടയുടെ വെള്ളയാട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ള മാത്രം എടുത്തിട്ട് അതിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. മുട്ടയുടെ മഞ്ഞ നമ്മളിതിലേക്ക് ചേർക്കണ്ട, വെള്ള മാത്രം ചേർക്കുക കേട്ടോ ടേസ്റ്റും. അപ്പോൾ അതിനെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുണ്ട്. ഈ ഒരു മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദയുടെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കില്ലേ, നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ആ സെയിം പേസ്റ്റ് ആട്ടോ ഇത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സമൂസ ലീഫ് തന്നെയാണ്. പക്ഷെ നമ്മൾ സമൂസ അല്ല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. പക്ഷേ സമൂസ ലീഫ് നമുക്ക് വേണം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഈ സമൂസ ലീഫ് ആദ്യം ഒരെണ്ണം എടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ച് മൈദയുടെ ആ ഒരു മിക്സിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. അത് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു സമൂസ ലീഫ് എടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നല്ലോണം ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നടുവിൽ മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സ്പൂൺ മസാലയൊക്കെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് തിങ്ങി നിറച്ച് ഇടണ്ട. ഇനി നമുക്ക് ഇതുപോലെ മടക്കാം. എന്നിട്ട് ഓരോന്ന് മടക്കിയത് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ മൈദയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നല്ലപോലെ ഒട്ടി നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മടക്കേണ്ടത്, നമ്മൾ താഴെ വെച്ചില്ലേ ആ ലീഫാണ് നമ്മൾ ആദ്യം മുകളിലേക്ക് മടക്കേണ്ടത്. എന്നിട്ടാണ് മറ്റേത് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ കറക്റ്റ് ഒരു ബോക്സ് പോലെ കിട്ടും ഇതിന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് മടക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ ഗിവ് എവേയുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ അറിയുന്നുണ്ടാവില്ലേ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നൊരു പഴഞ്ചൊല്ല് ഏതാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ. ഏതാണെങ്കിലും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഞാനിതിനെ നന്നായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാത്തിനെയും മടക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കോർണറിലൊക്കെ ഓരോ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ എണ്ണ കുടിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിനൊരു വഴിയുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദപ്പൊടിയും പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്തതും കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഷേപ്പാക്കി വെച്ച് ബോക്സ് ഓരോന്നും എടുക്കാം. എന്നിട്ട് ആദ്യം മൈദപ്പൊടിയിൽ ഇതിനെ നന്നായിട്ട് കോട്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതിൽ മൈദപ്പൊടിയിൽ വെച്ചിട്ട് ഇതിനെങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിലെ മൈദപ്പൊടി നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. ഇതിൻ്റെ കോർണേഴ്സൊക്കെ അതിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ മൈദപ്പൊടി കയറിക്കോളും. എന്നിട്ട് നമ്മൾ അതിനെ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ മുട്ടയിൽ ഡിപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് നിന്നോളും. ഇനി നമുക്കിതിനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇതല്ലെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ ഒരു മൈദപ്പൊടിയുടെ പേസ്റ്റ് ഇല്ലേ, അത് കുറച്ച് കൂടുതൽ റെഡിയാക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ 4 കോർണറിലെ ഗ്യാപ്പുണ്ട ഭാഗത്തേക്ക് ആ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുത്താലും മതി. ആ പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യില്ലേ, അതേപോലെ ചെയ്തെടുത്താണ്. ഇപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ചെയ്തു. ഇനി നമുക്കിതിനെ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇങ്ങനെ നമുക്ക് ഓരോ ബോക്സും റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിളാണ്, ഒരു ഡിഫറെൻ്റായ ടേസ്റ്റുമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ നമ്മുടെ ഗിവ് എവേയുടെ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.